അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ യുദ്ധക്കാഹളം മുഴക്കുമ്പോൾ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ അപ്രതീക്ഷിതമായ ഒരു വലിയ ബോംബ് പൊട്ടിയിരിക്കുകയാണ്. ഇറാൻ യുദ്ധത്തിന്റെ പേരിൽ ട്രംപിന്റെ സ്വന്തം അമേരിക്കൻ നാഷണൽ കൗണ്ടർ ടെററിസം സെന്റർ NCTC ഡയറക്ടർ ജോസഫ് കെന്റ് അടിയന്തരമായി രാജിവെച്ചു. വെറുമൊരു രാജിയല്ല ഇത്, അമേരിക്കയെ ഇസ്രയേൽ വഞ്ചിക്കുകയാണെന്ന് തുറന്നടിച്ചുകൊണ്ടുള്ള ഒരു പടിയിറക്കം. ഒരു വശത്ത് ഇസ്രയേലിനൊപ്പം ചേർന്ന് യുദ്ധം കടുപ്പിക്കുമ്പോൾ മറുവശത്ത് സ്വന്തം വിശ്വസ്തൻ തന്നെ പിന്നിൽ നിന്ന് കുത്തിയത് ട്രംപിന് അക്ഷരാർത്ഥത്തിൽ കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ഇറാനിൽ നിന്നുള്ള ഉടനടിയുള്ള യാതൊരു ഭീഷണിയും ഇല്ല എന്നാണ് ജോ കെന്റ് തന്റെ രാജിക്കത്തിൽ വ്യക്തമാക്കിയത്. ഇസ്രയേലിന്റെയും അവരുടെ ശക്തമായ അമേരിക്കൻ ലോബിയുടെയും സമ്മർദ്ദം മൂലമാണ് ട്രംപ് ഈ യുദ്ധം ആരംഭിച്ചതെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥൻ ഉന്നയിക്കുന്നത്. അമേരിക്കൻ മാധ്യമങ്ങളിലെ സ്വാധീനമുള്ളവരും ഇസ്രയേൽ ഉദ്യോഗസ്ഥരും ബോധപൂർവം പ്രചരിപ്പിച്ചുണ്ടാക്കിയ ഇസ്രയേൽ നിർമ്മിത യുദ്ധം എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. അമേരിക്കയുടെ ജീവൻ കവരുകയും രാജ്യത്തിന്റെ സമ്പത്ത് നശിപ്പിക്കുകയും മാത്രമേ ഈ മിഡിൽ ഈസ്റ്റ് യുദ്ധം ഉപകരിക്കൂ എന്ന് 2025 ജൂൺ വരെ ട്രംപിന് അറിയാമായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അമേരിക്കൻ ജനതയ്ക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു യുദ്ധത്തിൽ പോരാടാനും മരിക്കാനും വരും തലമുറയെ അയക്കുന്നതിനെ തന്റെ മനസാക്ഷിക്ക് പിന്തുണയ്ക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. എന്നാൽ തന്റെ വിശ്വസ്തന്റെ ഈ പടിയിറക്കത്തിൽ ട്രംപിന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ പതിവ് ശൈലിയിൽ തന്നെയായിരുന്നു. ജോ കെന്റ് രാജിവെച്ചത് നല്ല കാര്യമാണെന്നും സുരക്ഷയുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ ദുർബലനാണെന്നും ട്രംപ് പരിഹസിച്ചു. ഇന്നലെ വരെ വിശ്വസ്തനായിരുന്നവൻ സ്വന്തം അഭിപ്രായം പറഞ്ഞപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ട്രംപിന് മുൻപിൽ ദുർബലനായി മാറി. ആരാണ് ഈ ജോ കെന്റ്? അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കീഴിൽ ഭീകരവാദ ഭീഷണികൾ വിശകലനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയുടെ തലവനായിരുന്നു അദ്ദേഹം. അതുകൂടാതെ യുദ്ധപരിചയമുള്ള ഒരു മുൻ സൈനികൻ കൂടിയാണ് അദ്ദേഹം. അതായത് മുൻ ഗ്രീൻ ബെററ്റും CIA ഓപ്പറേറ്ററും. അമേരിക്കൻ കരസേനയിലെ ഏറ്റവും മികച്ചതും കഠിനമായ പരിശീലനം ലഭിച്ചതുമായ ഒരു പ്രത്യേക സ്പെഷ്യൽ ഫോഴ്സ് വിഭാഗമാണ് ഗ്രീൻ ബെററ്റുകൾ എന്ന് പറയുന്നത്. ഇവർ ഔദ്യോഗികമായി ധരിക്കുന്ന പച്ച നിറത്തിലുള്ള തൊപ്പിയിൽ നിന്നാണ് ഇവർക്ക് ഈ പേര് ലഭിച്ചത്. യുദ്ധത്തിന്റെ കയ്പും രുചിയും ഒരുപോലെ അറിഞ്ഞിട്ടുള്ള മനുഷ്യനാണ് ജോ കെന്റ്. സിറിയയിൽ നടന്ന ISIS ബോംബാക്രമണത്തിൽ സ്വന്തം ഭാര്യയെ നഷ്ടപ്പെട്ട വ്യക്തി കൂടിയാണ് അദ്ദേഹം. ശത്രുക്കളുടെ രഹസ്യ സന്ദേശങ്ങളും കോഡുകളും തകർത്ത് അതിലെ വിവരങ്ങൾ വായിച്ചെടുക്കുന്ന വിദഗ്ധരെയാണ് ക്രിപ്റ്റനലിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇത്തരത്തിലുള്ളൊരു വിദഗ്ധയായിരുന്നു. 2025 ജൂലൈയിലാണ് 45-കാരനായ ജോ കെന്റ് NCTC ഡയറക്ടറായി ചുമതലയേറ്റത്. ഇതിനു മുൻപ് ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്നു ഇദ്ദേഹം. അദ്ദേഹം തീർത്തും അയോഗ്യനാണെന്നും വെള്ളക്കാരുടെ വർഗീയ സിദ്ധാന്തങ്ങളെ പിന്തുണയ്ക്കുന്ന ആളാണെന്നുമുള്ള ഡെമോക്രാറ്റുകളുടെ കടുത്ത എതിർപ്പ് മറികടന്നാണ് അന്ന് ട്രംപ് ഇദ്ദേഹത്തിന് നിയമനം വാങ്ങിക്കൊടുത്തത്. കൂടാതെ 2025 മാർച്ചിൽ ദ അറ്റ്ലാന്റിക്കിന്റെ എഡിറ്റർക്ക് തന്ത്രപ്രധാനമായ യുദ്ധ പദ്ധതികൾ അബദ്ധത്തിൽ ചോർന്നു കിട്ടിയ സിഗ്നൽ ചാറ്റ് വിവാദത്തിലും ഇദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. വാഷിംഗ്ടണിൽ കോൺഗ്രസ് സീറ്റിലേക്ക് 2 തവണ പരാജയപ്പെട്ടെങ്കിലും 2020 ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിദേശ നയ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച കാലം മുതലുള്ള വിശ്വസ്തനാണ് ഇപ്പോൾ പടിയിറങ്ങിയത്. നിലവിലെ ഈ സംഘർഷത്തെ 2003 വിനാശകരമായ ഇറാഖ് യുദ്ധത്തോടാണ് ജോ കെന്റ് ഉപമിക്കുന്നത്. അന്ന് അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കാൻ ഇസ്രയേൽ ഉദ്യോഗസ്ഥർ ഉപയോഗിച്ച അതേ തെറ്റായ പ്രചാരണങ്ങളും തന്ത്രങ്ങളുമാണ് ഇപ്പോൾ ഇറാനുമായി യുദ്ധത്തിൽ പ്രേരിപ്പിക്കാൻ ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. യുദ്ധത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും ആർക്കു വേണ്ടിയാണ് അത് ചെയ്യുന്നതെന്നും ചിന്തിക്കണമെന്നും രാജ്യത്തെ തകർച്ചയിലേക്ക് നയിക്കാതെ പുതിയ വഴി കണ്ടെത്തണമെന്നും അദ്ദേഹം ട്രംപിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ ഇറാനെതിരെ പുറത്തെ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ട്രംപ് ഭരണകൂടത്തിനുള്ളിൽ വലിയൊരു ആഭ്യന്തര കലാപത്തിനാണ് ജോ കെന്റിന്റെ രാജി തിരികൊളുത്തിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അമേരിക്കൻ സൈനികരുടെ ജീവൻ ബലി കഴിക്കുന്നു എന്ന ആരോപണം ട്രംപിന് വരാനിരിക്കുന്ന 2026 അമേരിക്കൻ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയായേക്കാം. ഇറാനിലെ യുദ്ധം കാരണം രാജിവെച്ച ട്രംപ് ഭരണകൂടത്തിലെ ഈ ആദ്യത്തെ പ്രധാന ഉദ്യോഗസ്ഥൻ നൽകുന്ന സൂചന വളരെ വ്യക്തമാണ്. പുറത്തുള്ള ശത്രു നൽകുന്ന തലവേദനയേക്കാൾ വലിയ തലവേദന ട്രംപിന് വരും നാളുകളിൽ സ്വന്തം കൂടാരത്തിൽ നിന്ന് തന്നെ നേരിടേണ്ടി വരുമെന്ന്.